ടു സൈലം ലേണിംഗ്. അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിലെ മക്കളൊക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാം അല്ലേ. കോൺസെപ്റ്റിന്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും ചെയ്യാൻ തരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷൻ അല്ലേ, ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതേ നോക്കിക്കേ, 12+7 എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. അതുപോലെ 12-7, അതുപോലെ നമ്മളിങ്ങനെ ഇൻഡും ഡിവിഷനും ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നത് അല്ലേ, 18/6, അതുപോലെ 6 × 3 എന്നൊക്കെ പറയുന്നത് എന്താണ്, എല്ലാം ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് അറിയാം. ഇനി നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ടേംസ് എന്താണ് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ അതും പഠിച്ചതാണ്, ടേംസ് എന്താണെന്ന് പറയുന്നത്. ഇപ്പോൾ 12+7 എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടേംസ് ആണ്. അതായത് ഈ 12ഉം ഇപ്പോൾ റൗണ്ട് ചെയ്ത് വെച്ച 12ഉം ഈ ഒരു 7ഉം എന്ന് പറയുന്നത് ടേംസ് ആണ്. അതുപോലെ 11-6 ആണ് തന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ടേംസ് ആക്കി എഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇസ് ഈക്വൽ ടു 11 + -6, 6ന്റെ ഇൻവേഴ്സ് ആക്കിയിട്ട് നമ്മൾ എഴുതും അല്ലേ. +6 എന്നുള്ളതിനെ നമ്മൾ എന്താക്കും, നമ്മൾ -6 എന്ന് എഴുതും. ഇവിടെ നമ്മളൊരു പ്ലസ് കൊടുക്കും. ഇതിലെ ടേംസ് എന്ന് പറയുന്നത് 11ഉം -6ഉം ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. -8 -3 ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. -8 ഒരു ടേം ആണ്, +-3 ഇപ്പൊ എത്രയായി? 2 ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ടേംസ്? -18ഉം അതുപോലെ -3ഉം. ഇനി 6 × 5 + 3 ഇതിനെ എങ്ങനെയാണ് നമ്മൾ ടേംസ് ആക്കി എഴുതാന്ന് പറയുന്നുണ്ടാകും. മിസ് പറഞ്ഞ പോലെ പ്ലസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരാണോ അവരാണ് ടേംസ്, വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ ഇവിടെ പ്ലസിന്റെ അപ്പുറത്ത് എന്ന് പറയുന്നത് 6 × 5 ആണ്. അപ്പൊ മക്കളെ, ഇതിന്റെ ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അത് രണ്ടും ഒരു സിംഗിൾ ടേം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. 6 × 5 + 3, ഈ 3യും എന്താണ്, ഒരു ടേം ആണ്. സെറ്റ് അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേടാ, 2 - 10 + 4 × 6 ഇതിനെ 2 ഒരു ടേം ആണ്. ഈ -10നെ നമുക്ക് എന്ത് എഴുതാം? +-10 എന്ന് എഴുതാം. +4 × 6നെ നമുക്ക് എന്തെഴുതാം? നമ്മുടെ അടുത്ത ടേം ആക്കി നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കൊരു ടേബിൾ ആണ് ചെയ്യാനുള്ളത്. ഇതിൽ എത്ര ടേംസ് ആണുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 13 - 2 + 6 ആണ്. അപ്പോൾ ഇതിൽ 13 - 2 6 ആണ് നമ്മുടെ എക്സ്പ്രഷൻ ആസ് സം ഓഫ് ഇറ്റ്സ് ടേംസ് അല്ലേ. എന്നിട്ട് അതിലെ ടേംസ് ഏതൊക്കെയാന്ന് ചോദിക്കുമ്പോൾ 13 - 2 ആൻഡ് 6 ആർ ദ ടേംസ്. ഇനി അടുത്ത ചെയ്ത് നോക്കിയാലോ, 5 + 6 × 3. യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 5ഉം 6 × 3 ആണ്. അപ്പോൾ നമ്മുടെ ടേംസ് ഏതൊക്കെയാണ്? 5ഉം 6 × 3യുമാണ് നമ്മുടെ ടേംസ്. 4 + 15 - 9. 4 ഒരു ടേം ആണ്, 15 ഒരു ടേം ആണ്, -9 ഒരു ടേം ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4, 15 and -9. ഇനി അടുത്ത് നോക്കിക്കേടാ, 23 - 2 × 4 + 16. ഇതിനാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരിക. സോ 23 നമ്മൾ ഒരു ടേം ആക്കി എടുക്കും. ഈ -2 × 4നെ നമ്മൾ എന്താ ചെയ്യുക? യെസ്, അതൊരു ടേം ആണ് അല്ലേ. -2 × 4 എന്ന് പറയുന്നത് ഒരു ടേം ആണ്. ഇനിയോ ഇവിടെ 16. സോ ഏതൊക്കെയാണ് നമ്മുടെ ടേംസ്? 23 - 2 × 4 ആൻഡ് 16 ആണ് നമ്മുടെ ടേംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 28, 19 and -8. അപ്പോൾ ഇതിൻ്റെ ടേംസ് ഏതൊക്കെയാണ് എന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. യെസ്, ഏതാണ് ഈ ടേംസ് എന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടതിന്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.